Hi guys, welcome to Cinetalk by NowRunning.com. മോഹൻലാൽ മേജർ റിവ്യൂ ടീമിന്റെ അഞ്ചാമത്തെ ചിത്രമായ 1971 ബിയോണ്ട് ബോർഡേഴ്സിന്റെ റിവ്യൂമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തുടർച്ചയായ നാലാമത്തെ ഹിറ്റ് ചിത്രം എന്ന പ്രതീക്ഷയോടെയാണ് മോഹൻലാലിന്റെ 1971 ബിയോണ്ട് ബോർഡേഴ്സ് തിയേറ്ററുകളിൽ എത്തിയത്. മോഹൻലാലിന്റെ വ്യത്യസ്തമായ വേഷപ്പകർച്ചകൾ ചിത്രത്തിന്റെ റിലീസിന് മുൻപ് കൗതുകമുണർത്തി. മേജർ റബി ചിത്രങ്ങളിലെ ഏറ്റവും ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ചിത്രമാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. 71-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ആധാരമാക്കി ആദ്യമായാണ് ഒരു മലയാള ചിത്രം ഇറങ്ങുന്നത്. ഓരോ യുദ്ധത്തിലും വിജയങ്ങളില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചിത്രം ഓർമ്മിപ്പിക്കുന്നു. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലാണ്. രണ്ട് കഥാപാത്രങ്ങളെ അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും പരിചിതനായ മേജർ മഹാദേവനും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അച്ഛനായ മേജർ സഹദേവനുമാണ്. എപ്പോഴത്തെയും പോലെ നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അരുണോദയ് സിംഗ് ആണ് മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലു സിരീഷ് ആണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അഭിനേതാവ്. ഒട്ടും മോശമില്ലാത്തൊരു പ്രകടനവും അദ്ദേഹം കാഴ്ചവെച്ചു. ആശാ ശരത് ചെയ്തിരിക്കുന്ന കേണൽ സഹദേവന്റെ ഭാര്യ കഥാപാത്രം ഒരു പട്ടാളക്കാരന്റെ കുടുംബജീവിതത്തിന്റെ നേർചിത്രം വരച്ചു കാണിക്കുന്നു. രഞ്ജി പണിക്കർ, സുധീർ കരമന, ദേവൻ, തൈജു കുറുപ്പ്, ബാലാജി, സൃഷ്ടി ദാംഗെ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. എങ്കിലും ഇവരൊക്കെ തന്നെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയി. ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. സിദ്ധാർത്ഥ് വിപിൻ, രാഹുൽ സുബ്രഹ്മണ്യൻ, നജീം അർഷാദ് തുടങ്ങിയവരാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സുജിത് വാസുദേവന്റെ ക്യാമറയാണ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ വിസ്മയിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാമറ മികവ് മനസ്സിലാക്കണമെങ്കിൽ ചിത്രത്തിലെ ടാങ്കുകൾ കൊണ്ടുള്ള യുദ്ധരംഗങ്ങൾ മാത്രം കണ്ടാൽ മതിയാവും. രജനീകാന്തിന്റെ ലിംഗ എന്ന സിനിമയ്ക്കും മലയാളത്തിലെ ജെയിംസ് ആൻഡ് ആലീസിനും എഡിറ്റിംഗ് നിർവഹിച്ച സാംജിത്ത് ആണ് ഈ സിനിമയുടെയും എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ചിത്രം ആദ്യാവസാനം പറയാൻ ശ്രമിക്കുന്നത് യുദ്ധത്തിന്റെ കെടുതികളെയും യുദ്ധം ഒഴിവാക്കേണ്ടതിനെ പറ്റിയുമാണ്. എങ്കിലും വെറും 2 മണിക്കൂർ 15 മിനിറ്റ് മാത്രമുള്ള ചിത്രം പലയിടത്തും ലാഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ചിത്രത്തിന്റെ മറ്റൊരു പോരായ്മ അതിഭാവുകത്വം നിറഞ്ഞ സംഭാഷണ ശൈലിയാണ്. 1971-ലുണ്ടായ യുദ്ധത്തെ കാണിച്ചപ്പോൾ അതിന്റെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും കാണിക്കാമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ ഒരു സിനിമയാണിത്. മേജർ മഹാദേവൻ പരമ്പരയിലെ ആദ്യ ചിത്രം നമുക്ക് നൽകിയ പുതുമയോ ഉന്മേഷമോ ഈ ചിത്രത്തിന് നൽകാൻ സാധിക്കുന്നില്ല. എങ്കിലും ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ചിത്രത്തിന്റെ ടെക്നിക്കൽ പെർഫെക്ഷനും ലാലേട്ടന്റെ പഞ്ച് ഡയലോഗുകളുമാണ്. ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യ അതിന്റെ പൂർണ്ണതയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു എബോവ് ആവറേജ് ചിത്രമാണ്. ഏതൊരു പ്രേക്ഷകനും ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ്. For short times and movie reviews, please do visit NowRunning.com. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ thumbs up and subscribe. Also please do share this video. This is Kiran and Alan signing off. Thank you. பேசிப்போகுது கண்கள் இமைக்குள்ளே, தூரல் போடுது பார்வை எனக்குள்ளே.